Hi friends, Andro creationsile പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ് ബോക്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് ഇന്നത്തെ വീഡിയോ ടോപ്പിക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടോപ്പിക് എന്താണ്, അതായത് ആ ഒരു കമന്റ് ബോക്സിൽ ആ ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യം എന്താണെന്നും അതിന്റെ ഉത്തരവും ഞാനിപ്പോൾ പറഞ്ഞുതരാം. കാരണം പലരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അതായത് നമ്മുടെ ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂസിനെ കുറിച്ചാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ആ ചോദ്യം വായിക്കാം. സുഹൃത്ത് എന്നോട് ചോദിച്ച ആ ചോദ്യം ഞാൻ വായിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണും, കാരണം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ വായിക്കാം. അത് ചോദിച്ച ചോദ്യം ഇതാണ്: ബ്രോ, എൻ്റെ ഫോൺ ഇന്ന് ഞാൻ രാവിലെ ചാർജ് ചെയ്തപ്പോഴത്തേക്കും 90% ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് വൈകുന്നേരം ഫോൺ എടുത്തപ്പോഴും 90% തന്നെ ഉണ്ടായിരുന്നു. അതായത് ആ ഒരു സുഹൃത്ത് ഫോണ് രാവിലെ ചാർജ് ചെയ്തെടുത്തപ്പോഴത്തേക്കും 90% തന്നെ 90% ഉണ്ടായിരുന്നു. വൈകിട്ടായപ്പോഴത്തേക്കും അത് 90% ഉണ്ടായിരുന്നു. അതായത് 1% പോലും രാവിലെ നിന്ന് വൈകുന്നേരം ആയതുവരെ 1% പോലും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഓരോ 10-15 സെക്കൻഡിൽ വെച്ചും എൻ്റെ ബാറ്ററി ഓരോ ശതമാനം വെച്ച് കുറയുന്നു. ഒരു 3-4 മിനിറ്റ് ആയപ്പോഴത്തേക്കും 90% എന്നുള്ളത് 40% മാറി. അതായത് ഓരോ സെക്കൻഡിലും ഓരോ പെർസെൻറ്റേജ് കുറയുന്നു. 3-4 മിനിറ്റ് കൊണ്ട് അത് 90 എന്നുള്ളത് 40 പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നെ ചാർജ് കുത്തി വെച്ചാണ് പിന്നെ ഓപ്പൺ ചെയ്തത്. ഇതെന്തുകൊണ്ടാണ് പ്രോബ്ലംസ് എന്നുള്ളത്, ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതൊക്കെ ഈ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂസാണ്. ബാറ്ററി ബാക്കപ്പ്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ചിലപ്പോൾ നിങ്ങൾക്കും വന്നിട്ടുണ്ടാകാം. ഈ ഒരു പ്രോബ്ലംസ് വന്നിട്ടുണ്ടാകാം. അതായത് സഡനായിട്ട് ബാറ്ററിയുടെ ബാക്കപ്പ് കുറയും. അതായത് രാവിലെ 90% ഉണ്ടായിരുന്ന ഒരു ബാറ്ററി, ഫോണിൻ്റെ ബാറ്ററി വൈകുന്നേരം ആയപ്പോഴത്തേക്കും, അതായത് ഏകദേശം ഒരു 8-9 മണിക്കൂർ കഴിഞ്ഞപ്പോഴും 1% പോലും കുറയാതെ 90% തന്നെ ഉണ്ട്. 1% പോലും ഇതിൻ്റെ ഇടയ്ക്ക് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 90% ഉണ്ട്. പക്ഷേ പിന്നീട് അത് ഓരോ സെക്കൻഡിലും 1% വെച്ച് കുറഞ്ഞു പോകുന്നു. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4-5 മിനിറ്റ് കൊണ്ട് 90% എന്നുള്ളത് 40% പിന്നീട് അതങ്ങ് ഫോണ് പൂർണ്ണമായിട്ടും ഓഫായിപ്പോയി. അതായത് പൂർണ്ണമായിട്ട് ഫോൺ ഓഫായി, ചാർജ് തീർന്ന് പൂർണ്ണമായിട്ടും ഓഫായിപ്പോയി. ഇത് വളരെ സഡനായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്ന നമ്മുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി തുടങ്ങുമ്പോഴത്തേക്കും ആദ്യം ചെറിയൊരു പ്രശ്നം മാത്രമേ, ബാറ്ററി സംബന്ധമായിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് സംബന്ധമായിട്ടുള്ള ചെറിയൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് അത് കൂടി അങ്ങനെ റെഗുലറായിട്ട് ഉപയോഗിച്ച് അത് കൂടിയായിട്ടാണ് ഒരു പ്രോബ്ലംസ് വരുന്നത്. പിന്നീട് നമ്മൾ ബാറ്ററി മാറുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇത്രയും നേരം വരെ കുഴപ്പമില്ലായിരുന്ന സാധനം ഒരു 5 മിനിറ്റ് കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ ഇഷ്യൂസിലേക്ക് പോയത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പലരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് വരുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും മിസ്ലേനിയസ് ഫയലുകൾ കയറിയിട്ടുണ്ട് എങ്കിൽ, അതായത് ആരെങ്കിലും നമ്മുടെ ഫോണ് ഹാക്ക് ചെയ്യത്തക്ക രീതിയിൽ ഏതെങ്കിലും ഫയൽസുകൾ നമ്മുടെ ഫോണിലേക്ക് ആ ഒരു ഫയൽ കയറ്റിയിട്ട് അത് ആ ഒരു പ്രതിപ്രവർത്തനം മൂലം നമ്മുടെ ഫോണിലെ ഫയലുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് വരുന്നത് കാരണം നമ്മുടെ ഫോണിൻ്റെ ഫോൺ ഹീറ്റായിട്ട് ബാറ്ററി പെട്ടെന്ന് താഴ്ന്നു പോകുന്നതാകാം. അതായത് ഫോണിൻ്റെ മിസ്ലേനിയസ് ഫയലുകൾ എന്തെങ്കിലും നമ്മുടെ ഫോണിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ് വരും എന്നുള്ളത് ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടാണ്. സോഫ്റ്റ്വെയർ ഇഷ്യൂസ് കൊണ്ടും സംഭവിക്കാം. ഇതേപോലെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ പ്രോബ്ലം സോഫ്റ്റ്വെയർ സംബന്ധമായ ഇഷ്യൂസ് കൊണ്ട് സംഭവിക്കാം. മൂന്നാമതെന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി സംബന്ധമായിട്ട് ഇഷ്യൂസ് കൊണ്ട് സംഭവിക്കും. ബാറ്ററി എന്ന് പറയുന്നത് ആദ്യം പ്രോബ്ലംസ് കാണിക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഓൾറെഡി വീർത്ത് കംപ്ലൈൻ്റ് ആയിരിക്കുന്നുണ്ടാകും. പക്ഷേ ഫോണിൻ്റെ ബാറ്ററി വീർത്താൻ ചിലപ്പോൾ ബാറ്ററി ബാക്കപ്പ് സംബന്ധമായ ഇഷ്യൂസുകളൊന്നും തന്നെ കാണിക്കത്തില്ല. കാലക്രമേണ പെട്ടെന്നായിരിക്കും ഈ ഒരു ഇഷ്യൂസ് വരുന്നത്. അതായത് ഓൾറെഡി വീർത്തിരിക്കുന്ന ഒരു ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബാറ്ററി സംബന്ധമായിട്ട് ഇഷ്യൂസ് കൊണ്ടും ഇത് സംഭവിക്കാം. നാലാമത് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും വെള്ളം കയറിയിട്ട്, അകത്ത് ഏതെങ്കിലും വെള്ളം കയറിയിട്ട് ഏതെങ്കിലും ഒരു ഷോർട്ട് സംഭവിച്ചിട്ടുണ്ടാകും. അത് ഫുൾ ഷോർട്ട് ആകണമെന്നില്ല, ചിലപ്പോൾ ഹാഫ് ഷോർട്ട്, എന്തെങ്കിലും ലീക്കേജ്, ഏതെങ്കിലും കമ്പോണൻസിന് എന്തെങ്കിലും ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. പക്ഷേ അതിൽ എന്ത് കാരണമെന്നാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കണം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും മിസ്ലേനിയസ് ഫയലുകൾ കയറി നമ്മുടെ ഫോണിനെ എന്തെങ്കിലും രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഒന്നാമത് നിങ്ങൾ ചെയ്യുന്നത് ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കുക.
സ്വിച്ച് ഓഫ് ചെയ്ത് ഓണാക്കുക. അതേപോലെ തന്നെ അഞ്ചാമത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകളുടെ പ്രതിപ്രവർത്തനം കൊണ്ട് ചിലപ്പോൾ സൈലന്റ് ആയി കിടക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ വളരെ ഇതായിട്ട് വന്ന് വർക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ അത് ബാധിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കുക. അതായത് ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക, അതിനുശേഷം ഓണാക്കി നോക്കുക, പ്രോബ്ലംസ് മാറുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ ബാക്കിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ വളരെ വേറെ ബാധിക്കുന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഓണായി കഴിഞ്ഞാൽ അത്ര ആപ്ലിക്കേഷൻസുകൾ ക്ലോസ് ആ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ക്ലോസ് ആവുകയും ഈ ഒരു പ്രോബ്ലംസ് പെട്ടെന്ന് മാറുകയും ചെയ്യും. പിന്നീട് ആ ഇഷ്യൂസ് നമ്മുടെ ഫോണിൽ കാണിക്കത്തില്ല. അതായത് നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കിയിട്ടും നിങ്ങളുടെ പ്രോബ്ലംസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് മാറുക. എന്താണ് രണ്ടാമത്തെ സ്റ്റെപ്പ്? ഫോണൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കുക, ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കുക. അത് മെയിനായിട്ട് നിങ്ങൾ ചെയ്യുക, ഫാക്ടറി റീസെറ്റ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള മിസ്ലേനിയസ് ഫയലുകൾ നമ്മുടെ ഫോണിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ പല ഫയലുകളും അത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസുകൾ മറ്റു കാര്യങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം വേറെ ഏതെങ്കിലും ഒരു ഡ്രൈവിലേക്ക് അത് ഏതെങ്കിലും പെൻ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ SD കാർഡിലേക്കോ മാറ്റിയതിന് ശേഷം ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണുകളുടെ ഇതുപോലുള്ള മിസ്ലേനിയസ് ഫയലുകൾ എന്തെങ്കിലും അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതത്രയും മാറുകയും അത് ക്ലീൻ ആവുകയും നമ്മുടെ ഫോണിൽ സെറ്റിങ്സ് എല്ലാം സെറ്റ് ആവുകയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് മറ്റ് എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറുകയും നമ്മുടെ ഫോണിൽ ആ ഒരു പ്രോബ്ലംസ് മാറുകയും ചെയ്യും. ഒരുപക്ഷെ ഇത് ചെയ്തിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലംസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ സേഫ് മോഡിലിട്ട് ചെക്ക് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾ സേഫ് മോഡിലിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഫാക്ടറി റീസെറ്റ് ചെയ്യാം. ഈ രണ്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ സേഫ് മോഡിലിട്ട് നോക്കുമ്പോഴത്തേക്കും എന്നിട്ടും ആ പ്രോബ്ലംസ് കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സേഫ് മോഡിൽ ഇട്ടിട്ടും നിങ്ങൾക്ക് ഫോണിൽ പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട് എങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം സേഫ് മോഡിൽ ഇട്ടുക. സേഫ് മോഡിലിട്ട് നോക്കി ചെക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കും, നിങ്ങൾക്ക് കാണുക. സേഫ് മോഡിലിട്ട് നോക്കുക, അത് കഴിഞ്ഞ് ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു ടെക്നീഷ്യൻ്റെ കൈ കൊടുക്കുക. പിന്നീട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളൊരു ടെക്നീഷ്യൻ്റെ കൈ കൊടുത്തിട്ട് ബാറ്ററി ചെക്ക് ചെയ്യുക. ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് മെയിനായിട്ട് ചെക്ക് ചെയ്യുക. ബാറ്ററീസ് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് പൊളിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും എന്തെങ്കിലും ഇഷ്യൂസ് ബാറ്ററിക്ക് സംഭവിച്ചിട്ടുണ്ടോ. അതിൻ്റെ വോൾട്ടും ആംബിയറൊക്കെ അവർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ബാറ്ററി ചെക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫോണിൻ്റെ ലീക്കേജ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് സംഭവിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും വാട്ടർ ഡാമേജ്, ലിക്വിഡ് ഡാമേജ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഇതൊക്കെ അവർക്ക് ഒരു ടെക്നീഷ്യൻ അപ്പം തന്നെ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ബോർഡിൽ ഒരു ആംബിയർ ചെക്ക് ചെയ്ത് ബോട്ടിൽ ഒരു DC പവർ സപ്ലൈ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും രീതിയിൽ കൂടുതൽ ആംബിയർ എടുക്കുന്നുണ്ടോ, നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രൈമറി ലൈൻ സെക്കൻഡറി ലൈൻ കൂടുതൽ ആംബിയർ എടുത്ത് നമ്മുടെ എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് അവർക്ക് ചെക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം ബോർഡ് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതും ബാറ്ററി ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതും നിങ്ങളൊരു ടെക്നീഷ്യൻ്റെ കൈ കൊടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, സംഗതി ഇതുപോലെ പെട്ടെന്നുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് ഇഷ്യൂസുകൾ വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം. കാരണം എന്ന് പറയുന്നത് ഇതൊന്നും വലിയ ഇഷ്യൂസ് ഉള്ള കാര്യമല്ല. പക്ഷേ ഈ ഒരു മിസ്ലേനിയസ് ഫയൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഫോണിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ വാട്സപ്പിലും മറ്റുമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫയലുകൾ ഡൗൺലോഡ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ അറിയാതെ തന്നെ ആരെങ്കിലും ഫയലുകളിൽ മിസ്ലേനിയസ് ലിങ്കുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്ലേനിയസ് ഫയലുകൾ ഇൻക്ലൂഡ് ചെയ്ത് ഏതെങ്കിലും ഫയലുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കുക. രണ്ടാമത് ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കുക. മൂന്നാമത് നമ്മൾ ടെക്നീഷ്യൻ അടുത്ത് പോയി ബാറ്ററിയുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാം. എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസുകൾ മാത്രം ഇട്ടാൽ പോരല്ലോ, നിങ്ങൾക്കും കൂടെ നിങ്ങളുടെ സംശയങ്ങൾക്കും കൂടെ ഉത്തരം ഞങ്ങൾക്ക് ഇതേപോലെ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ ചില സംശയങ്ങൾക്ക് ഉത്തരം നമുക്ക് ഒന്നോ രണ്ടോ വാക്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറയേണ്ടതായിട്ട് വരും. അത്തരം കമൻസുകൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ വീഡിയോസുകളാക്കി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് പെട്ടെന്നൊരു റീപ്ലൈ അത്യാവശ്യമായിട്ട് നിങ്ങൾ റീപ്ലൈ നൽകും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഇൻസ്റ്റാം ID നമ്മുടെ ചാനലിൻ്റെ എബോട്ട് സെക്ഷനിലുണ്ട്. നിങ്ങൾക്കത് കണ്ടിട്ട് നിങ്ങൾ ഇൻസ്റ്റാമിൽ ഞങ്ങളെ ഫോളോ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുക. ഓക്കെ, റീപ്ലൈ നൽകുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നതുവരെ ബൈ.